ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോർജ് ആൻ്റണി. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വയനാട് കഴിഞ്ഞ ദിവസം നടന്ന ദുരന്തത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വീഡിയോയിലൂടെ ഞാനൊരു കാര്യം പറഞ്ഞാണ്, എന്താ പറയുക, ചിലവരുടെ പാർട്ടി മാത്രമാണ് വലുത്, അല്ലെങ്കിൽ ചിലവരുടെ രാഷ്ട്രീയം മാത്രമാണ് വലുത്, അല്ലെങ്കിൽ മതം ഞങ്ങളുടെ മതമാണ് വലുത്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ, അതായത് മനുഷ്യത്വത്തെക്കാട്ടിയും വലുത് ഇതാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കാണരുതെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ദഹിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദുരന്തത്തിൽ ഏതെങ്കിലും മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നോക്കിയിട്ടാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് ആൾക്കാരിറങ്ങിയത്. എല്ലാ ജാതിക്കാരും എല്ലാ മതത്തിലുള്ളവരെല്ലാവരും അപകടത്തിൽപ്പെട്ട ഒരു ദുരന്തമായിരുന്നു അത്. അപ്പോൾ ആദ്യം തന്നെ മറ്റൊരു കാര്യം കൂടി എടുത്ത് പറഞ്ഞുതരാം, കുറച്ച് പോയിന്റ്സ് ആയിട്ട് നിങ്ങളോട് പറയാം. ആദ്യം തന്നെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു മുലയൂട്ടൽ, കൊച്ചുങ്ങൾക്ക് മുലയൂട്ടുണ്ടാൻ വേണ്ടി റെഡിയായിട്ട് ദമ്പതികൾ, അത് ഒന്ന് ഓർത്ത് നോക്കിയേ. ആ ഭാര്യ സമ്മതിച്ച് ചിലപ്പോൾ ഭർത്താവ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ഭാര്യ സമ്മതിക്കില്ല. അപ്പോൾ ഇവർ രണ്ടിനോടും ഒന്ന് ചേർന്നിട്ട് അവിടെ കുട്ടികളുണ്ടെങ്കിൽ അതിന് മുലയൂട്ടാൻ തയ്യാറാണെന്നും പറഞ്ഞൊരു പരസ്യം കൊടുത്തതിന് അതിന് എതിരെ എന്തൊക്കെയാണ് പറഞ്ഞത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഒരാളെ പിടിച്ച് കയ്യേറ്റവും ചെയ്തെന്ന് തോന്നുന്നു നല്ല രീതിയിൽ. എന്ത് ചെയ്യാനാണ്, അത് ചോദിച്ചു മേടിച്ചാണെന്നേ പറയുള്ളൂ. കാരണം ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ കാണാതിരിക്കുക, അല്ലാണ്ട് നിങ്ങൾ ഇതിന് പ്രതികരിക്കാൻ പോകണം എന്തിനാണത്? അവിടെ ഒരു ഹെൽപ്പിന് വേണ്ടി അവർ അത്രയും തയ്യാറായിട്ടൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ ഈ സോഷ്യൽ മീഡിയയിൽ കയറി എന്തും എങ്ങനെ എനിക്ക് എഴുതാം അല്ലെങ്കിൽ വിളിച്ച് പറയാം എന്നുള്ളൊരു ക്യാരക്ടേഴ്സാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെക്കുറിച്ച് അറിയില്ല. ഇത് നമ്മളിങ്ങനൊരു വാക്ക് പറഞ്ഞാൽ എന്ത് പറ്റും, അബദ്ധങ്ങൾ പറ്റാം, അത് എനിക്കാണെങ്കിൽ ചിലപ്പോൾ നാളെ പറ്റും. അതല്ല, ഇതൊന്നും അബദ്ധമെന്ന് പറയാൻ പറ്റില്ല. അതും അത്രയും പ്രായമുള്ളൊരു മനുഷ്യൻ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ഇങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് നിങ്ങളോട് പറയണം, അതിൻ്റെ എൻ്റെയും കാര്യം പറഞ്ഞുതരാം എന്തിനാണ് ഇത് പറയണമെന്ന്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അവിടെ പണമായിട്ടും അല്ലെങ്കിൽ സ്ഥലമായിട്ടും അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാന്നൊക്കെ പലരും ഓഫർ കൊടുത്തിരുന്നു. അവരെ എന്താ പറയുക, ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ ചാനലിലൂടെ നേരുന്നു. കാരണം അങ്ങനെ കുറേ പേര്, കയ്യിൽ കാശുള്ളവർക്കേ സഹായിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കാലം പോയിക്കൊണ്ടിരിക്കണം അങ്ങനെയാണ്. ഇല്ലാത്തവർ ചിലപ്പോൾ കൊടുക്കാനുണ്ടാവില്ല. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അവരെയൊക്കെ നമ്മൾ എന്താ പ്രോത്സാഹിപ്പിക്കണം. കാരണം അവരൊക്കെ അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യണമല്ലോ. എൻ്റെ ഒരു 20 സെൻറ്റ് സ്ഥലം ഞാൻ കൊടുത്തേക്കാം 10 പേർക്കായിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ 5 പേർക്കായിട്ടെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്ര വീട് ഞാൻ പണിത് കൊടുക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓഫർ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയവരൊക്കെ ഉണ്ട്. അവർക്ക് എല്ലാവർക്കും ബിഗ് സല്യൂട്ട് നേരുന്നു. കാരണം അതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, നെഗറ്റീവ്സ് അല്ല പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ അനാഥരായിട്ടുള്ള പിള്ളേരെ നോക്കാൻ ആൾക്കാർ പരിശീലിട്ടിരുന്നു. ഒരാളെ കിട്ടും, നമുക്ക് വളർത്താനാണ്, മാതാപിതാക്കളെ നഷ്ടപ്പെട്ട, അതിന് കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ നേരെ കിട്ടുമൊന്നുമില്ല. എനിക്ക് മനസ്സിലായത്, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു. ഇങ്ങനൊരു പരസ്യം അല്ലെങ്കിൽ ഒരു ആഡ് കണ്ടപ്പോൾ അതിന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായില്ല. പക്ഷേ ഇതെല്ലാം എന്താ പറയുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം എന്തുണ്ടെങ്കിലും ചെയ്യുക. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനൊരു നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇവിടെയുള്ള ഓൺലൈനിൽ മേടിക്കുന്ന പലരും, ഞാനും ഓൺലൈനിൽ മേടിക്കാറുണ്ട് പല കാര്യങ്ങൾ, എനിക്ക് കിട്ടാത്തതാണ് ഞാൻ വാങ്ങാറ്. അല്ലാത്ത കൂടുതലും എൻ്റെ വീടിൻ്റെ പറ്റുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചെയ്യാറുള്ളൂ. ഒരു ഗൂഗിൾ പേ മൊബൈലിൽ റീചാർജ് ചെയ്യാനാണെങ്കിൽ പോലും ഞാൻ തൊട്ടടുത്ത് കടയുണ്ട്, പറ്റുമെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ചെയ്യുള്ളൂ. ഇനി ഞാൻ എവിടെയെങ്കിലും വർക്കിൽ പെട്ടുപോയിരിക്കുന്ന ടൈമിലാണ് ചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ ചിലപ്പോൾ ഗൂഗിൾ പേ യൂസ് ചെയ്യാം. പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുപോയി വയനാട് കൊടുക്കുകയുണ്ടായിരുന്നു, വണ്ടിക്കും മറ്റുമായിട്ട്. ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്ത ഈ ഓൺലൈൻ കച്ചവടക്കാരല്ല, നമ്മുടെ ഇടയിൽ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നവരൊക്കെയാണ് അകമഴി. ഞാൻ ഇത് കടയിലിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ കൊടുത്ത വിഷ്വൽസ് അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കൊടുക്കണ ഇവരാണ്. പക്ഷേ ഇവരെയൊന്നും പലപ്പോഴും നമ്മളിൽ ചുറ്റുപാടിലുള്ള നമ്മളിൽ പലരും തന്നെ കാണാറില്ല. നമ്മൾ ഇവരെയും കൂടി ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെയൊക്കെ നാടും വളരണമെങ്കിൽ ഇവരെയൊക്കെ കൂടി ഹെൽപ്പ് ചെയ്യണം. നമ്മളിൽ ഒരാളാണ് അവരെന്നും കൂടി നിങ്ങൾ കാണേണ്ടതാണ്. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ഫസ്റ്റ് തന്നെ പറയേണ്ടായിരുന്നു, വിട്ടുപോയി ക്ഷമിക്കണം. അതായത് ഇവിടെ മിലിറ്ററി ഓഫീസേഴ്സ് മാത്രമല്ല, കുറേ അധികം ജനങ്ങൾ, അതിപ്പോൾ ഒരു പാർട്ടിയുടെ പേരിലായാലും മറ്റുള്ള എന്തെങ്കിലും സംഘടനയുടെ പേരിലായാലും, അതൊന്നുമല്ല വലുത്, അതിനെക്കാട്ടിയും വലുത് മനുഷ്യത്വമാണെന്നും പറഞ്ഞ് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ റെസ്ക്യൂ പ്രവർത്തനത്തിൽ. അവർക്കും കൂടി ഞാനൊരു ബിഗ് സല്യൂട്ട് നേരുകയാണ്. കാരണം അവരൊക്കെ ഇല്ലെങ്കിൽ എന്താ പറയുക, അവിടെ ഇതിലും വലിയ പ്രശ്നങ്ങളായേനെ. കുറേ പേരുടെ ജീവൻ രക്ഷിച്ചില്ല ഇവരെല്ലാവരും കാരണം. പിന്നെ എന്താണ് പറയുക, അതും മാർക്കറ്റ് ചെയ്യണവരുണ്ട്. അവരുടെ പാർട്ടിയായി മാത്രമാണ് അത് ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനയാണ്. അതിലൂടെ എനിക്ക് യോജിപ്പില്ല. ചിലപ്പോൾ ആ പാർട്ടിക്കാരെല്ലാവർക്കും അത് ചെയ്യണത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇറക്കി വിടണമായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ പറയുകയാണ്, ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് പ്രൊമോട്ട് ചെയ്യണം. ഈ ഒരു അവസരത്തിൽ നെഗറ്റീവ്സ് പ്രൊമോട്ട് ചെയ്യണവരുണ്ടെങ്കിൽ, ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയിലൂടെ ഇങ്ങനെയുള്ള വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള പേജുകൾ നിങ്ങൾ അൺഫോളോ ചെയ്യുക അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയുക ചാനൽ. കാരണം എന്തിനാണ് ഇങ്ങനെ നെഗറ്റീവ്സ് പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യേണ്ടത്? അത് ഇത്രയും വലിയ ദുരന്തം നടന്ന് കുറേ എന്താ പറയുക, വീട്ടുകാരെ മക്കളെയൊക്കെ ആരും ഇല്ലാണ്ടായവർ,
എല്ലാ രീതിയിലും വീടായിക്കോട്ടെ സ്വന്തം കൂടപ്പിറപ്പുകളായിക്കോട്ടെ ഇതൊക്കെ ഇല്ലാണ്ടായവരുടെ മുമ്പിൽ കിടന്ന് കാണിക്കുന്ന അതിൻ്റെ ഇടയിൽ വേറെ പ്രൊമോഷൻ നടത്തുന്നവരെ ഒരിക്കലും നമ്മൾ കാണാതെ പോകരുത്. അവരുടെ പേജുകൾ അൺഫോളോ ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയുന്നതും കൂടി റിക്വസ്റ്റ് ചെയ്യണതാണ്. അതുപോലെ പലരും പല രീതിയിൽ സഹായിക്കേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ അകമഴിഞ്ഞ് പല രീതിയിൽ സഹായിക്കേണ്ടായി. കാശിൻ്റെ രീതിയിലാണെങ്കിലും സ്ഥലമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഞാനിങ്ങനെ വീട് വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ മറ്റുള്ള സംഘടനയിൽ നിന്നൊക്കെ എടുത്തായിട്ടാണെങ്കിലും. പിന്നെ കുറേ പേര് എന്താണ് പറയുക, അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇത് പോസ്റ്റ് കണ്ടിരുന്നു, ഓണാഘോഷം വേണ്ട, നല്ലൊരു തീരുമാനമാണെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിലും പല കാര്യങ്ങളും നടക്കുന്നുണ്ടായി. ചിലപ്പോൾ നേരത്തെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ വല്ല അഡ്വാൻസ് കൊടുത്തിട്ടേക്കണതൊക്കെ കൊണ്ടായിരിക്കാം പരമാവധി നമ്മളെ കൊണ്ട് ഒരാഘോഷം ഒഴിവാക്കിയിട്ട് അവിടെ ഒരു 1 ലക്ഷം രൂപ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, ഒന്നല്ല ഇനിയിപ്പോൾ 25,000 ആണെങ്കിൽ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നതാണ്. പിന്നെ എവിടെയെങ്കിലും ഒരു ആഘോഷം കണ്ടു കഴിയുമ്പോൾ എല്ലാവരും കൂടി കയറി നെഗറ്റീവ് പറയേണ്ട. ചിലപ്പോൾ ഈ പറഞ്ഞാൽ അഡ്വാൻസ് അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അവർക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചെയ്തു പോകണം. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിയാണ്ട് ഈ സോഷ്യൽ മീഡിയയിലൊരു വാർത്ത കണ്ടിട്ട് മാത്രം പ്രതികരിക്കരുതെന്ന് ഞാൻ പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ എടുത്തു പറയുന്നത്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്നെ പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കാശ് കൊടുക്കാൻ പ്രയാസം കാണിക്കുന്നവരുണ്ട്, കൊടുക്കണവരുമുണ്ട്. ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കണതാണ്, ഇതിൻ്റെ അകത്ത് കുറേ തരികിടകൾ നടന്നിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ് മുന്നിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ആൾക്കാർ ഇത് ചോദിക്കുന്നത്, അല്ലാണ്ട് അവരെ നമുക്ക് മുഴുവനായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്നും പറഞ്ഞ് ഇങ്ങനൊരു പ്രശ്നം നടക്കുമ്പോൾ അത് മാത്രമാണ് നമുക്കൊരു പോകാൻ വഴി. അപ്പോൾ അത് ഒരിക്കലും ആ ടൈമിൽ ഒരു പാർട്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മതപരമായിട്ട് ആ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കരുത് എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു വ്യക്തിയുടെ കാശ്, അദ്ദേഹം ഉണ്ടാക്കിക്കണ കാശ്, പണിയെടുത്ത് ഉണ്ടാക്കിക്കണ കാശ് അദ്ദേഹം ആർക്ക് എങ്ങനെ കൊടുക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ്. കൊടുത്തില്ലെങ്കിലും നമുക്ക് ചോദ്യം ചെയ്യാൻ അധികാരമില്ല. നമ്മുടെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്താ വേണമെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ എന്താണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ താല്പര്യമില്ല, അത് ഇല്ല മറ്റുള്ളവർ കൊടുക്കരുതെന്ന് പറയാൻ പാടില്ല. എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഇല്ല, അതെൻ്റെ ഇഷ്ടമാണ്, ഞാൻ കൊടുക്കണില്ല. അതിന് പകരം ഞാൻ ഇപ്പുറത്തൊരു കാര്യത്തിന് കൊടുക്കണേണ്, അതിൽ തെറ്റില്ല. പക്ഷേ നേരെ മറിച്ച് ഞാൻ നിങ്ങളോട് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര തെറ്റാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു അവസരത്തിൽ പറഞ്ഞെന്നുള്ളൂ ഈ വീഡിയോ. അതുപോലെ നിങ്ങൾ കണ്ടു കാണും ഒരു പട്ടി ഒരു ജീവൻ കണ്ടെത്തിയത്, അതായത് രക്ഷാപ്രവർത്തകരുടെ ഒപ്പം പോയിട്ട് അത് മണം പിടിച്ച് അത് ആ സ്ഥലം കണ്ടെത്തിയത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഞാൻ ചോദിക്കണേ, ഞാൻ എതിർത്ത് പറയണ എല്ലാവരും, ഇപ്പോൾ നമ്മുടെയൊക്കെ ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെയൊക്കെ വീട്ടിലെ കളയാൻ വെച്ചാൽ ഫുഡാണെങ്കിലും വഴി കൂടി പോണ പട്ടിക്ക് കൊടുക്കില്ല. കാരണം അതും ഒരു ജീവനാണ് നമ്മുടെയൊക്കെ ഇടയിലുള്ളത്. കാരണം ഒന്ന് ഓർത്ത് നോക്കി, ആ പട്ടി ഇല്ലെങ്കിൽ ആ ജീവനില്ല ചിലപ്പോൾ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ നമ്മുടെ ഇടയിലുള്ളതൊക്കെ ഒരു ജീവന് തുല്യമാണ്. നമ്മളെപ്പോലെ തന്നെ അതും ഒരു ജീവിയാണ്, അല്ലെങ്കിൽ അതിനൊരു ജീവനുള്ള വസ്തുവാണ് എന്ന് കുറച്ചെങ്കിലും മനസ്സിലാക്കുക. അതുങ്ങളെയും നമ്മുടെ ഇടയിലുള്ളതാണ്. പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇച്ചിരി ഭക്ഷണം കൊടുക്കുക. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഗുണം ചിലപ്പോൾ മറ്റൊരു രീതിയിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും. കണ്ട് കാണും, നീയൊക്കെ എന്താണ് ചത്ത ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ തമാശ പറയും. ഇപ്പം നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അവിടെയുള്ള ആ പട്ടികൾ, ഈ ഡോഗ്സ് അവരുടെ കുറ്റവരെ കാത്തിരിക്കുന്ന പല വിഷ്വൽസും നിങ്ങൾ കണ്ടു കാണും. ഒന്ന് ഓർത്ത് നോക്കി, അത് അങ്ങനെ ഇരിക്കണമെങ്കിൽ ചിലപ്പോൾ കുടുംബത്തിലൊരു അംഗം പോലും ചിലപ്പോൾ അങ്ങനെ ഇരുന്നൊന്നും വരില്ല. അപ്പോൾ ഞാൻ എതിര് പറഞ്ഞല്ല, നേരെ മറിച്ച് അതും നമ്മുടെ ഇടയിലുള്ളൊരു ജീവിയാണ് എന്നുള്ളതും കൂടി ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു വീഡിയോ കണ്ടാണ്, ഒരു അമ്മയും മക്കളും കൂടി കാട്ടിൽ ചെന്ന് പെട്ടിട്ട് ആനയുടെ ഒപ്പമായിരുന്നു ആ ദിവസം രാത്രി കഴിഞ്ഞു കൂട്ടിയത്. കാരണം ഈ മൃഗങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്, അതായത് നമ്മൾക്ക് വരാനുള്ള ആപത്ത് അല്ലെങ്കിൽ ആ ഏരിയയിൽ എന്തെങ്കിലും ഉണ്ടാവുന്നത് ഇത് തിരിച്ചറിയും പെട്ടെന്ന്. അത് ഈ കാടിനോട് ചേർന്ന് താമസിക്കുന്ന വല്ല വീട്ടുകാർ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് കാണാം. ചിലപ്പോൾ ഒരു 5-8 നാടൻ പട്ടി ഉണ്ടാവും അവരിൽ. എന്താണെന്ന് വെച്ചാൽ ഒരു പുലിയോ അല്ലെങ്കിൽ പന്നിയോ, ഇതിന് രണ്ടിനൊക്കെ ഒരേ വ്യത്യാസമുണ്ട്. നിങ്ങളുടെ പലരും ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ പെറ്റ്സിനെ വളർത്തുന്നതായിരിക്കും വീട്ടിൽ ഈ ഒരു പൂച്ചനെ കാണുമ്പോഴുള്ള കുരയും ഒരു മനുഷ്യനെ കാണുമ്പോഴുള്ള കുരയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ടിട്ടുള്ളൊരു വ്യത്യാസം ഉണ്ടാവും. അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്കും അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയണത് എന്താണെന്ന് മനസ്സിലാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അടുത്ത കാലത്ത് ഉണ്ടായതാണ്, നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു കാക്ക ഷോക്ക് അടിച്ചിട്ട് ലൈനിൽ തൂങ്ങിക്കിടക്കണതാണ്, ജീവൻ പോയിട്ടില്ല. അപ്പം ഞാൻ കിടന്ന് ഉറങ്ങുന്ന ടൈമിൽ ഇഷ്ടംപോലെ കാക്കയുടെ സൗണ്ട് ഒരുമിച്ച് കൂട്ടത്തോടെ. അപ്പം നമ്മുടെ ഈ സിറ്റിയിൽ അങ്ങനെ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം കാണാൻ കിട്ടാറില്ല. അപ്പം ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുതിട്ട് ഈ സൗണ്ട് കേട്ട് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നോക്കുമ്പോൾ കാക്കയിൽ ലൈനിൽ തൂങ്ങിക്കിടക്കുകയാണ്. ഞാൻ പൈപ്പൊക്കെ സെറ്റ് ചെയ്ത് അത്രയും ഹൈറ്റിൽ ഇത് സാധനം സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്ക് താഴെ വീണ് ചത്തുപോയി. പക്ഷേ ഞാൻ പറയണേ, അപ്പോഴൊക്കെ വണ്ടി ആൾക്കാരൊക്കെ നടന്നുകൊണ്ട് എൻ്റെ അമ്മ പോലെ അവിടെ ഇരിക്കുന്നുണ്ട്, എൻ്റെ സ്വന്തം അമ്മ. ഞാൻ മേലെ കുറ്റപ്പെടുത്തുന്നില്ല, അവർ ശ്രദ്ധിക്കണില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചിലപ്പോൾ എനിക്കൊരു 20 സെക്കൻഡ് മുന്നേ കണ്ടുവെച്ചാൽ ചിലപ്പോൾ അതിൻ്റെ ജീവൻ എനിക്ക് രക്ഷിക്കാൻ പറ്റിയത്. കാരണം ഞാൻ അതിന് വേണ്ടി വീട്ടിലൊരു കൂട് തന്നെ വെച്ചേക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും ഇങ്ങനെയുള്ള കിട്ടുമ്പോൾ ആരെങ്കിലും കൊണ്ടു തരും, നോക്കും. അത് കഴിയുമ്പോൾ അതിൻ്റെ പറക്കാറാകുമ്പോൾ ഞാൻ തുറന്നു വിടും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പം ഞാനതൊരു ഇതേപോലെയുള്ള എനിക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുമെന്ന് കണ്ടുകൊണ്ട് തന്നെ കുഞ്ഞിലോട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. പിന്നെ മറ്റൊരു വ്യക്തികൾക്ക് കൂടി ഒരു ബിഗ് സല്യൂട്ട് നേരാനുണ്ട്. അതിന് മുന്നേ പറഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇതെല്ലാം ഓർത്ത് വെച്ചിട്ടാണ് ഞാൻ എഴുതി വെച്ചിട്ടല്ല ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. ഓഫ് റോഡ് വാഹനങ്ങളും കൊണ്ട് കുറേ പേര് ഈ രക്ഷാപ്രവർത്തനത്തിന് വരികയുണ്ടായിരുന്നു. അവർക്കൊരു ബിഗ് സല്യൂട്ട് നേരുന്നു. കാരണം ആ സമയത്ത് അങ്ങനെ ഒരു വണ്ടി ഇല്ലാണ്ട് കാര്യങ്ങൾ നടക്കില്ല.
മറ്റുള്ളവർ ചെയ്തെങ്കിൽ ഏറ്റവും കൂടുതൽ ആ വെള്ളത്തിൽ ഇറക്കി വെക്കുക നിങ്ങൾ വിഷ്വൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയണതാണ്, ഒരിക്കലും MVDനോ അല്ലെങ്കിൽ മറ്റേ എതിർത്ത് പറയുകയല്ല. ചില സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വണ്ടികളുണ്ടെങ്കിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നണം റോട്ടിൽ കിടന്ന അഭ്യാസം കാണിക്കുന്നതിനോടൊക്കെ ഞാൻ എതിരാണ്. പക്ഷേ അഭ്യാസം കാണിക്കണമല്ല, ഇങ്ങനെയുള്ളൊരു കാര്യത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെയാണ്, അതേപോലത്തെ ഫിറ്റിങ്സ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ പറയുകയാണ്. എനിക്ക് കഴിഞ്ഞിടയ്ക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു അമിത് ചക്കാലക്കൽ പറഞ്ഞൊരു കാര്യം എൻ്റെ മൈൻഡിൽ കിടക്കേണ്ട. പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞതിലൊരു കാര്യമാണ്, ഒരു ഫോഗ് ലാമ്പ്. ഇപ്പോൾ ഒരു ഇടുക്കിയോ മൂന്നാർ അല്ലെങ്കിൽ ഇപ്പോൾ വയനാടാണെങ്കിലും അവിടെയുള്ളവരൊക്കെ ഒരു ഫോഗ് ലാമ്പ് വണ്ടിയിലുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ബൈക്കിൻ്റെ അകത്ത് ഇരുന്നാൽ പോലും അതുകൊണ്ടുള്ള ഗുണങ്ങൾ കുറേ ഉണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്താണ്, ഒരു കുഴിയോ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെയുള്ള മഞ്ഞുള്ള ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ഗുണങ്ങളുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി തന്നെ ആ വണ്ടിയും കൊണ്ട് ഇപ്പോൾ എറണാകുളത്തേക്ക് വന്നാൽ ചിലപ്പോൾ അയാൾക്ക് ഫൈൻ കിട്ടും. അപ്പോൾ അത് ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനെയുള്ളൊരു ഇതുണ്ട്. പക്ഷെ അത് ഓണാക്കാണ്ടിരുന്നാലെങ്കിൽ മതി. അദ്ദേഹം പറയണ്ട അതിനകത്ത് ഓണാക്കണില്ല, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഏരിയയിൽ ആവശ്യമുള്ളിടത്ത് മാത്രം ഓണാക്കുന്നു. അല്ലാണ്ട് ഇപ്പോൾ സിറ്റിയിലേക്ക് വന്നിട്ട് അത് ഓണാക്കിയത് തെറ്റുവാണെന്ന് തന്നെ ഞാൻ പറയാം. അപ്പോൾ അതും കൂടി ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞാണ്. അതിന് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ കേരള MVD ആ ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യങ്ങളും ഓവറായിട്ട് മോഡിഫിക്കേഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ച്, അതുകൂടി ഒരു അവസരത്തിൽ ഒന്ന് നിങ്ങളുടെ ചെവിട്ടിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ കാണിക്കുക, അല്ലെങ്കിൽ അറിയിക്കുക എന്നുള്ളൊരു അഭിപ്രായത്തിൽ ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ മുണ്ടക്കൈ ചൂരൽ മല മേഖലയിലുണ്ടായ ദുരന്തം, അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞാണ്, ഇതുവരെയും കണ്ടത്, ഇതിന് മുന്നേ പ്രളയവും കൊറോണയൊക്കെ വന്നതിന് ശേഷവും ഞാൻ കണ്ടേക്കണാണ്. എല്ലാവരും അല്ല, പക്ഷേ നമ്മുടെ ലോകം അവസാനിക്കുന്നില്ല. ഇപ്പോഴും നന്മയുള്ള കുറേ ആൾക്കാരല്ലേ, മനുഷ്യത്തുള്ള ആൾക്കാരുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. എന്തോരം ആൾക്കാരാണ് അവിടെ ഇറങ്ങി പ്രയത്നിച്ചത്. അവരുടെ വീട്ടുകാർ പോലും അല്ല, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരും സുഹൃത്തുക്കളല്ല, എന്നിട്ടും തയ്യാറായി അവിടെ പ്രവർത്തനത്തിനെത്തി. എന്തുകൊണ്ടെത്തി? പിന്നെ കേരളം കണ്ടതിലെ ഏറ്റവും വലിയൊരു ദുരന്തം തന്നെയാണിത്, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ ഇനിയും എൻ്റെ പാർട്ടിയാണ് വലുത്, എൻ്റെ ജാതിയാണ്, എൻ്റെ മതമാണ് വലുതെന്നും പറഞ്ഞ് മറ്റുള്ളവരെ മാറ്റി നിർത്താതിരിക്കുക. നിങ്ങൾ മനുഷ്യനാകുക, മനുഷ്യത്വത്തിന് വില കൊടുക്കുക. എന്തായാലും നന്മയുള്ളവർ കുറേ പേരുള്ളതുകൊണ്ട് ഇപ്പോഴും കാര്യങ്ങൾ നടന്നു പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അതുപോലെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊക്കെ ഇത്രയും നാൾ ഭൂമിയിൽ ജീവിച്ച്, അപ്പോൾ എല്ലാവരും അവരവരോട് ചോദിക്കാൻ പറയണതാണ്. അപ്പം ഞാൻ എന്നോട് തന്നെ ചോദിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ പറയണതാണ്. നമ്മൾ ഇത്രയും നാൾ ജീവിച്ചതിൻ്റെ ഇടയിൽ ഈ കുറേ മനുഷ്യരും മറ്റ് ജീവികളൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. നമ്മൾ അവരെയൊക്കെ എങ്ങനെ കണ്ടു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്തെങ്കിലും ഒരു സഹായങ്ങൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടോ? സ്വയം ചോദിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വളർന്നു വരുന്ന പിള്ളേരും ഇത് കണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ് ജനറേഷനെങ്കിലും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. നടക്കൂല്ല എനിക്കറിഞ്ഞൂടാ, പക്ഷേ ഒരാളുടെ പരിശ്രമമാണ് എന്തിൻ്റെ വലുത്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് 10 പേര് മാറി ചിന്തിച്ചാൽ എനിക്ക് അതാണ് ഏറ്റവും വലുത് വരുന്നത്. ഞാൻ പറഞ്ഞത് വെറും 10 പേരുടെ കാര്യമാണ്. ഞാൻ വിജയം കണ്ടു എന്ന് വേണം ഞാൻ തീരുമാനിക്കാൻ, അല്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ. അപ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് മാറി ചിന്തിക്കുക. നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ ഒന്ന് സ്വയം വിലയിരുത്തുക. അതുപോലെ മറ്റൊരു സൈഡും കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ഫാമിലിയിൽ ഇപ്പോൾ എന്താ പറയുക, എനിക്ക് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, ഒരു സ്വർഗത്തിൽ ജീവിക്കുന്നവരെയാണ് ഞാൻ ജീവിക്കണമെന്ന് വെച്ചാൽ എൻ്റെ ആവശ്യത്തിന് സാമ്പത്തികം, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, നല്ല ഹാപ്പി ആയിട്ട് പോകണം. നമുക്ക് മറ്റുള്ളതിനെ കുറിച്ച് യാതൊരു ചിന്തയില്ല, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതൊന്നും നമ്മുടെ വിഷയമല്ല എന്നും പറഞ്ഞാണ് ചില ആൾക്കാർ ജീവിക്കുന്നത്. വളരെ ചുരുക്കം പേരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, എല്ലാവരും അല്ലട്ടാ. അപ്പോൾ ഇതെല്ലാം എനിക്കുണ്ട്, എനിക്ക് ആവശ്യത്തിന് കാശുണ്ട്, എനിക്ക് ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. പക്ഷേ ഒന്ന് ചിന്തിക്കുക, ഇതൊക്കെ ഒരു നിമിഷ നേരം മതി. ചിലപ്പോൾ നമ്മളില്ലാണ്ടാവാൻ, ചിലപ്പോൾ രാവിലെ എഴുന്നേക്കാൻ നമുക്ക് സാധിക്കില്ല, ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു അംഗം നാളെ നമ്മളെ വിട്ട് പോയേക്കാം എന്നുള്ളൊരു ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവുക. കാരണം നമ്മളപ്പോൾ മുന്നോട്ട് പോകുന്നത് നമ്മുടേതായ രീതിയിൽ എല്ലാവർക്കും ഒരു സന്തോഷത്തോടെ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സന്തോഷത്തോടെ ആയിരിക്കും പോകുന്നത്. ഇപ്പം ഈ ചൂരൽമല മുണ്ടക്കൈ ഈ ഭാഗത്തുണ്ടായി ഈ വലിയൊരു ദുരന്തം എന്ന് ഓർത്ത് നോക്കിയേ. അവിടെയുള്ളവരൊക്കെ ഇങ്ങനെ ഫാമിലിയായിട്ട് ജീവിച്ചിട്ട് ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയവരുണ്ട്, അല്ലെങ്കിൽ ആ കുടുംബം മൊത്തം നശിച്ചു പോയവരുണ്ട്. എന്തിനൊരാളുടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, സോറി. അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി. 11 പേരെന്തോണം ആ കുടുംബത്തിൽ അദ്ദേഹത്തിന് വിട്ടുപോയത്. അദ്ദേഹം എന്താണ് പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്തിട്ടെന്തോ വരികയായിരുന്നു. ആ ടൈമിൽ ആ കുടുംബം മൊത്തം പോയി, പുള്ളി ഒറ്റക്കായി എന്നുള്ളതാണ് ആ വാർത്ത കണ്ടല്ലോ അല്ലേ. ഒന്ന് ഓർത്ത് നോക്കിയാൽ ആ ഒരു അവസ്ഥ ഓർത്ത് നോക്കിയേ. അപ്പം നമ്മൾ ചിന്തിക്കുക, ചിലപ്പോൾ ഇത് നമുക്ക് നാളെ സംഭവിച്ചേക്കാം. ആ ഒരു ചിന്ത എപ്പോഴും വേണം. നമ്മൾ മനുഷ്യത്വം കുറച്ച് ഉള്ളിൽ ഒതുക്കിയാൽ, അല്ലെങ്കിൽ നന്മയോടുകൂടി മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവേണ്ട കാര്യങ്ങൾ പോവുക. ഞാനിത് ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, നേരെ മറിച്ച് അങ്ങനെയുള്ളവരും ഉള്ളതാണ് നമ്മുടെ ഈ ലോകം. പക്ഷെ അതിനെക്കാട്ടിയും കുറേ നന്മയുള്ളവരുണ്ട്. അതാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടത്. അവർക്കൊക്കെ ബിഗ് സല്യൂട്ട് നേരുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ,
ഇവിടെ കുഴിച്ചിടുകയുണ്ടായിരുന്നു മൃതദേഹങ്ങൾ. അത് ഒരു ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല, അത് അടുപ്പിച്ച് എല്ലാവരെയും കൂടി ഒരുമിച്ചാണ് കുഴിച്ചിടുന്ന ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടു കാണും സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടേച്ചാൽ. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ മുഴുവൻ ശരീരം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരാൾ തിരിച്ചറിയാൻ പറ്റാത്ത ബോഡികളൊക്കെയാണ് കുഴിച്ചിടുകയുണ്ടായിരുന്നത്. ഇവിടെ ഞാനൊരു കാര്യം പറയുകയാണ്, മറ്റൊരു കാര്യം പറയുന്നത്, ഞാൻ പറഞ്ഞിരുന്നു ചില രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പാർട്ടി മാത്രമാണ് വലുത്, അല്ലെങ്കിൽ അവരുടെ ജാതി മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ മതം മാത്രമാണ് വലുത് എന്ന് കാണുന്നവർ കാണരുത്, നിങ്ങൾക്ക് ദഹിക്കില്ലെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ അങ്ങനെയുള്ളവർക്ക് വളരെ ചുരുക്കമുള്ള അങ്ങനെയുള്ളവർ അവരോട് ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, ഈ ഇങ്ങനെ രക്ഷാപ്രവർത്തകർ കുറേ പേര് വന്ന് അവിടെ കുറേ ആൾക്കാരെ മണ്ണിനടിയിൽ നിന്നും മറ്റു നോക്കിയിട്ട് രക്ഷപ്പെടുത്തുകയുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ജാതി മതമോ രാഷ്ട്രീയമോ നോക്കിയിട്ടാണ് ഇവർ വന്ന് ഇതിനകത്തേക്ക് ഇറങ്ങണത്. അല്ലെങ്കിൽ എൻ്റെ മതത്തിലുള്ള ഒരാളെ മാത്രം ഞാൻ രക്ഷിക്കോളെന്നും പറഞ്ഞാണ്. അവരൊക്കെ യഥാർത്ഥ മനുഷ്യരാണ് അവിടെ റെസ്ക്യൂ പ്രവർത്തനത്തിന് പോയവർ. പിന്നെ ഈ പൊക്കി കയറ്റിയവരൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചാൽ ഏത് ജാതിക്കാരാണ് അല്ലെങ്കിൽ ഏത് മതക്കാരാണെന്ന് ഞാൻ വെറുതെ എനിക്ക് പറയുമ്പോൾ കരുതുള്ളൂ. കാരണം ഞാൻ പലപ്പോഴും പല വ്യക്തികൾ അങ്ങനെ കാണാറുണ്ട്. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ബ്ലഡ് വരുമ്പോൾ ഏത് ജാതിയാണെന്നോ ഏത് മതമാണെന്നോ നോക്കിയിട്ടാണ് ഇത് മറ്റൊരാൾക്ക് കൊടുക്കണേ. ആ ടൈമിലൊന്നും നിങ്ങൾക്ക് ജാതി മതം ഉണ്ടാവില്ല ഇങ്ങനെയുള്ളവർക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഒരു ഹോട്ടലിൽ കയറി നിങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഇത് ഉണ്ടാക്കിയ ആരായിരിക്കും, അതൊക്കെ അന്വേഷിക്കാറുണ്ട് നിങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കുറച്ചൊക്കെ നിങ്ങളുടെ എന്താണ് ഭക്തി ഇത് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തനം അതൊന്നും വേണ്ടതല്ല, വേണം അതിൻ്റെ വഴിക്ക് തന്നെ പോകണം നല്ല രീതിയിൽ. അതിനെക്കാട്ടി ഒരു മനുഷ്യനാവാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങളുടെ വിശ്വാസങ്ങൾ നിങ്ങൾ ആ വഴിക്ക് തന്നെ കൊണ്ടുപോയിക്കൂ. മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാനോ ഒന്നിനും പോകാതിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും വലുത്. കാരണം അങ്ങനെ പറയുമ്പോൾ എനിക്കും പറയാനുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാൾക്കും പറയാനുണ്ടാവും എൻ്റെ വിശ്വാസം വേണ്ടത്, അടുത്ത ആളും വരും. അപ്പോൾ അയാളുടെ അഭിപ്രായം അങ്ങനെയല്ല, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ പോയിക്കോ. പക്ഷേ അത് ഒരാളുടെ മേത്ത് അടിച്ചേൽപ്പിക്കരുത്. അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മാത്രമാണ് വലുത്, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം മാത്രമാണ് വലുതെന്ന് ചെയ്യരുത്. ഈ പറഞ്ഞ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ ഇതും കൂടി പറയണതാണ് നമ്മുടെ ഈ ഒരു അവസരത്തിൽ, നമ്മുടെ വീഡിയോയിലൂടെ. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു ഇപ്പോൾ ഈ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തുണ്ടായത്. പക്ഷേ ഒരു കാര്യം കൂടി അപ്പുറത്തെ സൈഡ്, അല്ലെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്ന ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഇവിടെ ഞാനിപ്പോൾ താമസിക്കുന്ന എറണാകുളം ജില്ലയിലാണ്. നമ്മുടെ ഈ വലിയ പ്രളയം ഉണ്ടായപ്പോൾ പോലും ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ പ്രളയത്തിന് ശേഷം എപ്പോൾ മഴ പെയ്താലും ഇപ്പോൾ വെള്ളക്കെട്ടും കാര്യങ്ങളാണ്, അടുത്തൊക്കെ വെള്ളം പൊങ്ങാറുണ്ട്, പല പ്രശ്നങ്ങളും നമ്മൾ കാണാറുണ്ട്. പക്ഷേ അപ്പോഴും ഞങ്ങളെ ബാധിക്കാറില്ല, ഞങ്ങൾ താമസിക്കുന്നുണ്ട്. എന്നാൽ അടുത്ത സ്ഥലങ്ങളിൽ പല സ്ഥലത്തും വെള്ളക്കെട്ട് ഉണ്ടാവാറുണ്ട്, വണ്ടി കംപ്ലൈൻ്റ് ആവാറുണ്ട്, വീട്ടിലുള്ള പല സാധനങ്ങളും കംപ്ലൈൻ്റ് ആവാറുണ്ട്. നമ്മളെ കൊണ്ടാവുന്നതൊക്കെ നമ്മളവിടെ പോയി ഹെൽപ്പും ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് അപ്പോഴും നമ്മളെ ബാധിക്കാനുള്ള, രാത്രി സുഖസുന്ദരമായിട്ടാണ് കിടന്ന് ഉറങ്ങണേ. പക്ഷേ ഞാൻ ഇവിടെ പറയാൻ പോണത് മറ്റൊരു കാര്യം കൂടിയാണ്. ചിലപ്പോൾ നമുക്കൊക്കെ കാത്തിരിക്കണം ആ വലിയ ദുരന്തമായിരിക്കും. അത് ചിലപ്പോൾ ഒരു ജില്ലയല്ല, ഒരു 5 കൂടുതൽ അല്ലെങ്കിൽ അതിന് 5 എബോ ജില്ലകൾ എടുത്തു പോകണ ആ വലിയ ദുരന്തമായിരിക്കും നമുക്ക് വേണ്ടി ഇരിക്കണത്. എന്തായാലും പ്രാർത്ഥിക്കാം, അത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും കാത്തിരുന്ന് കാണാം. അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഭാവിയിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ടേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.